ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ പോയിൻറ്റ്സ് ആണ്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പോലെയൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒന്ന് പഠിച്ചോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ദ ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻസ് ഓഫ് റുദർഫോർഡ്സ് ആൽഫാ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. റുദർഫോർഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആൽഫാ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. അതിൻ്റെ ഒബ്സർവേഷനും കൺക്ലൂഷനുമായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. അതിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്: മോസ്റ്റ് ഓഫ് ദി ആൽഫാ റേസ് പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. അതിൻ്റെ കൺക്ലൂഷൻ, ആ ഒബ്സർവേഷൻ്റെ കൺക്ലൂഷനാണ്: മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിലെ ഭൂരിഭാഗം സ്ഥലവും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി ഫ്യൂ ആൽഫാ റേസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾസ്. കുറച്ച് ആൽഫാ റേസിന് ചെറിയ ആംഗിളിൽ വ്യതിയാനം സംഭവിച്ചു. അതിൻ്റെ അർത്ഥം, അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്: ദർ ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ട് ഇൻസൈഡ് ദി ആറ്റം കോൾഡ് ന്യൂക്ലിയസ്. ഈ ആൽഫാ റേസിനും പോസിറ്റീവ് ചാർജാണ്. ആറ്റത്തിൻ്റെ നടുക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ് അതിന്, നമുക്കറിയാം, ഒരേ ചാർജ് വന്നു കഴിഞ്ഞാൽ അത് വികർഷിക്കും, റിപ്പൽ ചെയ്യും. അപ്പോൾ അങ്ങനെ റിപ്പൽ ചെയ്തതുകൊണ്ടാണ് അവിടെ ഒരു സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. അടുത്തത്, എ വെരി ഫ്യൂ ആൽഫാ റേസ് ബൗൺസ്ഡ് ബാക്ക്. വളരെ ചുരുക്കം ചില ആൽഫാ റേസ് എവിടെയോ തട്ടിയിട്ട് തിരിച്ചു പോന്നു. അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്: ദ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദ ന്യൂക്ലിയസ് ഈസ് വെരി വെരി സ്മോൾ. അതായത് നമ്മുടെ ആറ്റത്തിനകത്തുള്ള ആ പോസിറ്റീവ് ചാർജുള്ള ഭാഗം എന്ന് പറയുന്ന ന്യൂക്ലിയസ് വളരെ വളരെ ചെറുതാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒബ്സർവേഷനും കൺക്ലൂഷനും ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിൻറ്റ്സാണ് എഴുതേണ്ടത്. അപ്പോൾ മലയാളത്തിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റുദർഫോർഡിൻ്റെ ആൽഫാ റേ സ്കാറ്ററിംഗ് പരീക്ഷണത്തിൻ്റെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും എഴുതുക. മിക്കവാറും എല്ലാ ആൽഫാ റേസും യാതൊരു വ്യതിയാനവും കൂടാതെ ഗോൾഡ് ഫോയിലിൽ കൂടി കടന്നുപോയി. അതിൻ്റെ നിഗമനം എന്ന് പറയുന്നത്: ആറ്റത്തിനകത്ത് ഭൂരിഭാഗം സ്ഥലവും ഒഴിഞ്ഞു കിടക്കുകയാണ്. രണ്ടാമത്തത്, ചില ആൽഫാ റേസിന് ചെറിയ ആംഗിളിൽ വ്യതിയാനം സംഭവിച്ചു. അപ്പോൾ നേരെ പോയിക്കൊണ്ടിരുന്ന ഈ കിരണങ്ങൾക്കാണ് വ്യതിയാനം സംഭവിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് വ്യതിയാനം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ആൽഫാ റേസിനും പോസിറ്റീവ് ചാർജാണ്. നടുക്ക് എവിടെയോ, അപ്പോൾ ആറ്റത്തിനകത്ത് എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഇത് വ്യതിയാനം സംഭവിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ നിഗമനം ഇതാണ്: ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജുള്ള ഒരു ചെറിയ ഭാഗമുണ്ട്. ഇതിനെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ നിരീക്ഷണമാണ്: ചുരുക്കം ചില ആൽഫാ റേസ് തട്ടി തിരിച്ചു പോന്നു. അപ്പോൾ അതിൻ്റെ നിഗമനം എന്ന് പറയുന്നത്: ന്യൂക്ലിയസ്, അതായത് പോസിറ്റീവ് ചാർജുള്ള ഭാഗം സ്ഥിതി ചെയ്യുന്ന വ്യാപ്തം, വോളിയം വളരെ വളരെ ചെറുതാണ്. ന്യൂക്ലിയസ് സ്ഥിതി ചെയ്യുന്ന വ്യാപ്തം എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. റുദർഫോർഡിൻ്റെ ആൽഫാ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, അതിൻ്റെ ഒബ്സർവേഷനും കൺക്ലൂഷനും. അടുത്തത്, റൈറ്റ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് റുദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ്സ് വഴി അദ്ദേഹം സജസ്റ്റ് ചെയ്ത ആറ്റത്തിൻ്റെ മോഡൽ എന്താണ്? ആറ്റത്തിൻ്റെ മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്: ദ പോസിറ്റീവ് ചാർജ് ആൻഡ് മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ആറ്റം കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിനകത്തെ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റത്തിൻ്റെ സെൻറ്ററിലാണ്. ആ സെൻട്രൽ പാർട്ടിനെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. രണ്ടാമത്തത്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ് എഴുതാൻ പറഞ്ഞാൽ മലയാളത്തിൽ എങ്ങനെയാണ്: ആറ്റത്തിലെ പോസിറ്റീവ് ചാർജും മാസും ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തായിട്ടാണ്. ഇതിനെ ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ പോയിൻ്റ്: നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ആറ്റം മോഡലിനെ തന്നെയാണ് സൗരയൂഥത്തിൻ്റെ മോഡൽ ഓഫ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റുദർഫോർഡിൻ്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ പോസ്റ്റ്ലേറ്റ് എഴുതാൻ പറഞ്ഞാൽ ഈ 2 പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തത്, റൈറ്റ് ദ ഡ്രോബാക്സ് ഓഫ് റുദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. എന്തൊക്കെയായിരുന്നു റുദർഫോർഡ് സജസ്റ്റ് ചെയ്ത ആറ്റം മോഡലിൻ്റെ പോരായ്മകൾ? ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം ആൻഡ് ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. അദ്ദേഹത്തിൻ്റെ മോഡലിൻ്റെ പോരായ്മകൾ ഇതായിരുന്നു: ആറ്റത്തിൻ്റെ
സ്റ്റെബിലിറ്റിക്ക് വിശദീകരണം നൽകാനായിട്ട് സാധിച്ചില്ല. ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് ഘടനയ്ക്കും വിശദീകരണം നൽകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് പഠിക്കുക, അതിൻ്റെ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലുള്ള പോയിൻറ്സും പഠിച്ചു വയ്ക്കുക. അതായത് പോരായ്മകൾ ചോദിച്ചാൽ പോരായ്മ തന്നെ എഴുതണം. അപ്പോൾ പോരായ്മകൾ എന്തൊക്കെയാണ്, ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആറ്റം ആൻഡ് ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. അടുത്തത് റൈറ്റ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് പ്ലാങ്ക് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എഴുതുക. എ ബോഡി ക്യാൻ അബ്സോർബ് ഓർ എമിറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ട ആൻഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി. ഒരു ബോഡി എനർജി അബ്സോർബ് ചെയ്യുകയോ സ്വീകരിക്കുകയോ എമിറ്റ് ചെയ്യുകയോ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്നത് പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ്. ഈ പാക്കറ്റ് ഓഫ് എനർജിയെ ക്വാണ്ട എന്ന് പറയുന്നു. ഇനി ഇത് തുടർച്ചയായി നടക്കുന്ന പ്രോസസ്സല്ല, ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അതാണ്, എ ബോഡി ക്യാൻ അബ്സോർബ് ഓർ എമിറ്റ് എനർജി ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ട നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി. അപ്പോൾ ഒരു ബോഡി എനർജി സ്വീകരിക്കുകയോ പുറത്തേക്ക് കളയുകയോ ചെയ്യുന്നത് തുടർച്ചയായിട്ടല്ല, മറിച്ച് എനർജിയുടെ ചെറിയ പാക്കറ്റുകളായാണ്. ഈ എനർജി പാക്കറ്റിനെ ക്വാണ്ട എന്ന് പറയുന്നു. ഇനി ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ന്യൂ ആണ്. ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇ ഈസ് ഈക്വൽ ടു, ആ പ്രൊപ്പോർഷണാലിറ്റിയുടെ സൈൻ മാറ്റി കഴിയുമ്പോൾ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് കിട്ടും. എച്ച് എന്ന് പറയുന്നത് പ്ലാങ്കിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ പോയിൻ്റ്, ഇനി ഇങ്ങനെ എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്ന എനർജി അത് ഹോൾ നമ്പർ മൾട്ടിപ്പിൾസിലായിരിക്കും. അതുകൊണ്ടാണ് അവിടെ മൂന്നാമത്തെ പോയിൻ്റായിട്ട് ഇ ഈസ് ഈക്വൽ ടു എൻ എച്ച് ന്യൂ എന്ന് എഴുതിയിരിക്കുന്നത്, വേർ എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾസിലാണ് എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ. അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് വിശദീകരിക്കുക. ഡിഫൈൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. വെൻ ലൈറ്റ് ഓഫ് സർട്ടൺ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ദ സർഫസ് ഓഫ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ, ഇലക്ട്രോൺസ് ഗെറ്റ് ഇജക്റ്റഡ്. അതായത് ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് ഒരു ഹൈലി റിയാക്റ്റീവ് മെറ്റലിൻ്റെ സർഫസിൽ, എസ്പെഷ്യലി ഹൈലി റിയാക്റ്റീവ് മെറ്റൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ സർഫസിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. സോ വെൻ ലൈറ്റ് ഓഫ് സർട്ടൺ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ദ സർഫസ് ഓഫ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ, ഇലക്ട്രോൺസ് ഗെറ്റ് ഇജക്റ്റഡ്. അതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അതിനെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്നാണ് മലയാളത്തിൽ പറയാം. ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലുള്ള പ്രകാശം ക്രിയാശീലത കൂടിയ ലോഹത്തിൻ്റെ ഉപരിതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് തെറിച്ചു പോകുന്നു. ഇതിനെ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നു. ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ 2 ഒബ്സർവേഷൻസ് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ ഒബ്സർവേഷൻസ്? As soon as light falls on the metal surface, electrons get ejected. ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ തന്നെ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. ഇനി ദ നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ദ ലൈറ്റ്. അങ്ങനെ ഇജക്റ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി ദ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ദി ലൈറ്റ്. ഇനി ഇജക്റ്റ് ചെയ്ത് പോകുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് മലയാളത്തിൽ ഇങ്ങനെയാണ്. പ്രകാശം വന്ന് പതിക്കുമ്പോൾ തന്നെ ലോഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു. ഇനി പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വന്ന് പതിക്കുന്ന പ്രകാശത്തിൻ്റെ തീവ്രതയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി പുറത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ ഗതികോർജം പ്രകാശത്തിൻ്റെ ആവൃത്തിക്ക് നേറനുപാതം, ആവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിക്ക് നേറനുപാതത്തിലായിരിക്കും. ഓക്കെ, അടുത്തത് ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ചോദിക്കാറുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഇതാണ്, എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ 0 + ½ mv². അപ്പോൾ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് സമവാക്യം എന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ എച്ച് ന്യൂ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ 0 + ½ mv² എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാം.
അടുത്തത് അറ്റോമിക് സ്പെക്ട്രം. അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതിൽ ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രമാണ് ഈ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജനിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിൽ 5 സീരീസ് ഓഫ് ലൈൻ ഉണ്ട്. ആ ലൈനിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ ആദ്യത്തെ സീരീസ് ഓഫ് ലൈൻ എന്ന് പറയുന്നത് ലൈമാൻ സീരീസ് ആണ്. രണ്ടാമത്തത് ബാൾമർ സീരീസ്, മൂന്നാമത്തത് പാഷ്കൻ സീരീസ്, നാലാമത്തത് ബ്രാക്കറ്റ് സീരീസ്, അഞ്ചാമത്തത് ഫണ്ട് സീരീസ്. ഓക്കെ. അപ്പോൾ ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിലെ 5 സീരീസ് ഓഫ് ലൈനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ്. ഇനി അത് ഏതൊക്കെ റീജിയനിലാണ് ഉള്ളതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ലൈമാൻ സീരീസ് ഉള്ളത് അൾട്രാവയലറ്റ് റീജിയനിലാണ്. ഓക്കെ. ഇനി ബാൾമർ സീരീസ് ആണെങ്കിൽ വിസിബിൾ റീജിയനിലാണ്, പാഷ്കൻ സീരീസ് ആണെങ്കിൽ ഇൻഫ്രാറെഡ് റീജിയനിലാണ്, ബ്രാക്കറ്റ് സീരീസും ഇൻഫ്രാറെഡ് റീജിയനിലാണ്, ഫണ്ട് സീരീസും ഇൻഫ്രാറെഡ് റീജിയനിലാണ്. ഓക്കെ. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ സ്പെക്ട്രത്തിലെ സീരീസ് ഓഫ് ലൈൻസിൻ്റെ പേരുകളൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ. ഇനി റിഡ്ബർഗ്സ് ഇക്വേഷൻ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അത് റിഡ്ബർഗ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 109677 ഇൻറ്റു 1/n1² മൈനസ് 1/n2² സെൻറ്റിമീറ്റർ റേസ് ടു -1. അതിൽ 109677 എന്ന് പറയുന്നത് റിഡ്ബർഗിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. ന്യൂ ബാർ എന്ന് പറയുന്നത് വേവ് നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് റിഡ്ബർഗ് സമവാക്യം എന്ന് ചോദിച്ചാൽ എഴുതേണ്ട ഇക്വേഷനാണ്. ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 109677 ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഓക്കെ. അതിൽ 109677 എന്ന് പറയുന്നത് റിഡ്ബർഗിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. ന്യൂ ബാർ എന്ന് പറയുന്നത് വേവ് നമ്പറിനെ സൂചിപ്പിക്കുന്നു. അടുത്തത് ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ്. ബോറിൻ്റെ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എഴുതാൻ പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത പാതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ നിശ്ചിത പാതയെ ഓർബിറ്റ് എന്ന് പറയുന്നു. രണ്ടാമത്തെ പോയിന്റ്, ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിമെയിൻസ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ ആയിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. മൂന്നാമത്തത്, ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് MVR ഇസ് ഈക്വൽ ടു NH/2π. ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് MVR ഇസ് ഈക്വൽ ടു NH/2π ആയിരിക്കും. അതിന് എന്നിന് ഒരു ഹോൾ നമ്പർ വാല്യൂ ആയിരിക്കും, ഒരു പൂർണ്ണസംഖ്യയായിരിക്കും എന്നിൻ്റെ വില. അടുത്തത് ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ബോർ മോഡലിൻ്റെ ലിമിറ്റേഷൻസിൽ അല്ലെങ്കിൽ ഡീമെറിറ്റ്സ്, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ്, ബോർ മോഡൽ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് ഇഫക്റ്റ് ആൻഡ് സീമൻ ഇഫക്റ്റ്. സ്റ്റാർക്ക് പ്രഭാവവും സീമൻ പ്രഭാവവും വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം. ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിൻ്റെ സ്പെക്ട്രം വിശദീകരിക്കാനും ബോർ മോഡലിന് സാധിച്ചില്ല. ആൻഡ് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ പ്രൊപ്പോസ്ഡ് ബൈ ഡി ബ്രോളി. ഡി ബ്രോളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്ത മാറ്ററിൻ്റെ ദ്വിസ്വഭാവം, രണ്ട് സ്വഭാവം, ഡ്യുവൽ നേച്ചർ, അത് വിശദീകരിക്കാനായിട്ടും നമ്മുടെ ബോർ ആറ്റം മോഡലിന് സാധിച്ചില്ല. രണ്ട് സ്വഭാവം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറുമാണ്. ഓക്കെ. അടുത്തത്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അനിശ്ചിതത്വ തത്വവും വിശദീകരിക്കാനായിട്ട് ബോറിൻ്റെ ആറ്റം മോഡലിന് സാധിച്ചില്ല. അപ്പോൾ ഇതിൽ 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള പോയിൻറ്റ്സ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തത് 12ാമത്തെ പോയിന്റ്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ഈസ് പ്രൊപ്പോസ്ഡ് ബൈ ഡി ബ്രോളി. മാറ്ററിൻ്റെ ദ്വൈത സ്വഭാവം പ്രസ്താവിച്ചത് ഡി ബ്രോളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇനി ഡി ബ്രോളി അദ്ദേഹം ആ ഡ്യുവൽ നേച്ചറിന്, മാറ്ററിൻ്റെ ഡ്യുവൽ നേച്ചറിന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇക്വേഷനാണ് ഡി ബ്രോളീസ് ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ഇസ് ഈക്വൽ ടു h/mv ഓർ ലാംഡ ഈക്വൽ ടു h/p. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. h പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, m എന്ന് പറയുന്നത് മാസ്, v എന്ന് പറയുന്നത് വെലോസിറ്റി. ഓക്കെ. അപ്പോൾ ഡി ബ്രോളിയുടെ സമവാക്യം എന്ന് പറയുന്നത് h ഈക്വൽ ടു m/mv ഓർ h ഈക്വൽ ടു ഓർ ലാംഡ ഈക്വൽ ടു h/p. അതിൽ h എന്ന് പറയുന്നത് പ്ലാങ്കിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്, m മാസ്സാണ്, v എന്ന് പറയുന്നത് വെലോസിറ്റി. ഇനി p എന്ന് പറയുന്നത് മൊമെൻറ്റമാണ്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെൻറ്റം. ഓക്കെ. അടുത്തത് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? വി കനോട്ട് ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ദ എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ മൂവിങ് മൈക്രോസ്കോപ്പിക്
പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. ചലിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ചെറിയ കണികകളുടെ, അതായത് ഇലക്ട്രോൺ പോലുള്ള ചെറിയ കണികകളുടെ സ്ഥാനവും പ്രവേഗവും ഒരേ സമയം കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കില്ല. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പാർട്ടിക്കിൾസിൻ്റെ പൊസിഷൻ, സ്ഥാനവും അതിൻ്റെ വെലോസിറ്റി, സ്പീഡും ഒരേ സമയം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അതിൻ്റെ ഗണിത രൂപം എന്ന് പറയാം നമുക്ക്. ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ തത്വത്തിൻ്റെ ഗണിത രൂപമാണ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അടുത്തത് ഓർബിറ്റൽസും ക്വാണ്ടം നമ്പേഴ്സും. അപ്പോൾ എന്താണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്? എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്? ആർ അഡ്രസ് ഓഫ് ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിനെ പറയാം. ക്വാണ്ടം നമ്പേഴ്സ് 4 എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, സെക്കൻഡ് വൺ അസിമുതൽ ക്വാണ്ടം നമ്പർ, തേർഡ് വൺ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഒന്നാമത്തെ ക്വാണ്ടം സംഖ്യ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. അത് ചെറിയ അക്ഷരം n ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തേത് അസിമുതൽ ക്വാണ്ടം നമ്പർ L, മൂന്നാമത്തേത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M, നാലാമത്തേത് സ്പിൻ ക്വാണ്ടം നമ്പർ S. ഓക്കെ, അതിൽ തന്നെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇറ്റ് ഗീവ്സ് എൻ ഐഡിയ അബൌട്ട് ദ മെയിൻ എനർജി ലെവൽ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ദ സൈസ് ഓഫ് ആൻ ആറ്റം. ഇലക്ട്രോണിൻ്റെ മെയിൻ എനർജി ലെവലിനെ കുറിച്ചും ഇലക്ട്രോൺ ഏത് പ്രധാനപ്പെട്ട ഊർജ്ജ നിലയിലാണ് എന്നുള്ളതിനെക്കുറിച്ചും അതുപോലെ ഓർബിറ്റിൻ്റെ വലിപ്പത്തെക്കുറിച്ചുമുള്ള ഐഡിയ തരുന്ന ഒരു ക്വാണ്ടം സംഖ്യയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. എന്നിൻ്റെ വിലകൾ പൂർണ്ണസംഖ്യ 1 തൊട്ട് അങ്ങോട്ട് ഏത് സംഖ്യ വേണമെങ്കിലും ആവാം. അടുത്തത് അസിമുതൽ ക്വാണ്ടം നമ്പർ L. ഇറ്റ് ഗിവ്സ് എൻ ഐഡിയ അബൌട്ട് ദ സബ് ലെവൽ ഇൻ ദ മെയിൻ എനർജി ലെവൽ ഓഫ് ആൻ ഇലക്ട്രോൺ ആൻഡ് ദ ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ. ഒരു ഇലക്ട്രോണിൻ്റെ മെയിൻ എനർജി ലെവലിലുള്ള സബ് ലെവലിനെ കുറിച്ചുള്ള ഐഡിയ തരുന്നു. അതുപോലെ തന്നെ ആ ഓർബിറ്റിൻ്റെ ആകൃതിയെക്കുറിച്ചുള്ള ഐഡിയ തരുന്ന ക്വാണ്ടം നമ്പറാണ് അസിമുതൽ ക്വാണ്ടം നമ്പർ L എന്ന് പറയുന്നത്. Lന് 4 വിലകളുണ്ട്: 0, 1, 2, 3. എല്ലിന് വില 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റലിനെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലിൻ്റെ വില 1 ആണെങ്കിൽ അത് പി ഓർബിറ്റലിനെ സൂചിപ്പിക്കുന്നു. എല്ലിൻ്റെ വില 2 ആണെങ്കിൽ അത് ഡി ഓർബിറ്റലിനെ സൂചിപ്പിക്കുന്നു. എല്ലിൻ്റെ വില 3 ആണെങ്കിൽ അത് എഫ് ഓർബിറ്റലിനെ സൂചിപ്പിക്കുന്നു. എല്ലിന് 0 തൊട്ട് n-1 വരെ വിലകൾ ആവാം. എല്ലിന് എവിടം തൊട്ട് എവിടം വരെ വിലകളാവാം? 0 തൊട്ട് n-1 വരെയുള്ള വിലകളാവാം. അപ്പം നിങ്ങൾ ഈ 4 വാല്യൂവും പഠിച്ചു വെക്കണം. എല്ലിന് 0 എന്ന് പറഞ്ഞാൽ അത് എസ് ഓർബിറ്റലാണ്. എല്ലിന് 1 എന്നുള്ള വിലയാണെങ്കിൽ അത് പി ഓർബിറ്റലാണ്. എല്ലിന് 2 എന്നുള്ള വിലയാണെങ്കിൽ അത് ഡി ഓർബിറ്റലാണ്. എല്ലിന് 3 എന്നുള്ള വിലയാണെങ്കിൽ അത് എഫ് ഓർബിറ്റലാണ്. അടുത്ത മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M. ഇറ്റ് ഗിവ്സ് ആൻ ഐഡിയ അബൌട്ട് ദ ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ഇൻ സ്പേസ്. ഓർബിറ്റലിൻ്റെ ഓറിയൻറ്റേഷനെ കുറിച്ചുള്ള ഐഡിയ തരുന്ന ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അത് എമ്മിന് 2l+1 വിലകളുണ്ട്. അതിൽ ഓരോ ഓർബിറ്റലിൻ്റെയും വിലകൾ ഇവിടെ തന്നിട്ടുണ്ട്. എല്ലിന് 0 ആണെങ്കിൽ എം 0 ആയിരിക്കും, അത് എസ് ഓർബിറ്റലിനെ സൂചിപ്പിക്കുന്നു. എല്ലിന് 1 ആണ് വാല്യൂ എങ്കിൽ എമ്മിന് 3 വിലകളുണ്ട്: -1, 0, +1, അത് പി ഓർബിറ്റൽ. 3 ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ PX, PY, PZ. ഇനി L = 2 ആണെങ്കിൽ M = 5 വാല്യൂസ് ഉണ്ട്: -2, -1, 0, +1, +2. ഓക്കെ, അത് ഡി ഓർബിറ്റലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡി ഓർബിറ്റലിന് 5 ഓറിയൻറ്റേഷൻ ഉണ്ട്. ഇനി L = 3 ആണെങ്കിൽ എമ്മിന് 7 വാല്യൂസ് ഉണ്ട്: -3 തൊട്ട് +3 വരെ 7 വാല്യൂസ് ഉണ്ട്. അത് എഫ് ഓർബിറ്റലിനെ സൂചിപ്പിക്കുന്നു. എഫ് ഓർബിറ്റലിന് 7 ഓറിയൻറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വാണ്ടം നമ്പറാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അത് ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെ കുറിച്ചുള്ള ഐഡിയ തരുന്ന ക്വാണ്ടം നമ്പറാണ്. എസിന് 2 വാല്യൂസ് ആണുള്ളത്: ഒന്നുകിൽ +½ അല്ലെങ്കിൽ -½ +½ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കറങ്ങുന്നത് ഒന്നുകിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ +½ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, അതാണ് -½ ഓക്കെ. അപ്പോൾ ക്വാണ്ടം നമ്പർ 4 എണ്ണം ഉണ്ട്: പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുതൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പറിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ട് അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. അടുത്തത്, റൈറ്റ് ദ റൂൾസ് ഫോർ ഫില്ലിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റൽസ്. ഓർബിറ്റൽസിലെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ. 1. ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദ ഓർബിറ്റൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി.
ഇലക്ട്രോൺ ഓഫ് ബോ പ്രിൻസിപ്പിൾ പറയുന്നത് ഇലക്ട്രോൺ ലോവർ എനർജി ലെവലിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ ഹയർ എനർജി ലെവൽ, അതായത് ഉയർന്ന എനർജി ലെവലിൽ ഫില്ല് ചെയ്യുകയുള്ളൂ. അതിൻ്റെ ഓർഡറാണ് 1s 2s 2p 3s 3p 3d 4s. അടുത്തത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ദ സെയിം സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ്. ഒരാറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരിക്കലും 4 ക്വാണ്ടം നമ്പർ വിലകളും ഒരുപോലെ വരില്ല. ഒരാറ്റത്തിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒരിക്കലും 4 ക്വാണ്ടം നമ്പർ വിലകളും ഒരുപോലെ വരില്ല. അല്ലെങ്കിൽ അത് വേറൊരു രീതിയിലും കൂടെ നിങ്ങൾക്ക് പറയാം. ആൻ ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 2 ഇലക്ട്രോൺ. ഒരു ഓർബിറ്റലിൽ പരമാവധി ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. ഓർബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റും രണ്ടും രണ്ടാണ്. അപ്പോൾ ഓർബിറ്റലിൽ പരമാവധി ഉൾക്കൊള്ളിക്കാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2ആണ്. അടുത്തത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. മൂന്നാമത്തെ നിയമമാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചുള്ള മൂന്നാമത്തെ നിയമം. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ സെയിം എനർജി ലെവൽ ടേക്സ് പ്ലേസ് ഓൺലി ആഫ്റ്റർ ദ ഓർബിറ്റൽസ് ആർ സിംഗ്ലി ഒക്യുപ്പൈഡ്. ഹൺസ് റൂൾ പറയുന്നത് ഇതാണ്: ഒരേ എനർജിയിലുള്ള ഓർബിറ്റലുകളിൽ ഓരോ ഇലക്ട്രോൺ വീതം നിറഞ്ഞതിന് ശേഷം മാത്രമേ പെയറിംഗ് നടക്കുകയുള്ളൂ, അത് ജോഡികളായിട്ട് മാറുള്ളൂ. അതായത് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. 1s2 2s2 2p2. അപ്പോൾ 2p2 പിയിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിലും അത് ഓരോ ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോൺ വീതം, ഓരോ സ്ക്വയർ ബോക്സും ഓരോ ഓർബിറ്റലിനെയാണ് സൂചിപ്പിക്കുന്നത്. പിക്ക് 3 ഓർബിറ്റൽ ഉണ്ട്. ആ 2 ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോൺ വീതം നിറഞ്ഞതിന് ശേഷം മാത്രമേ അത് പെയർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത് ഈ റൂൾസ് ഫോർ ഫില്ലിംഗ് അപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെല്ലാ റൂളും പഠിച്ചു വെക്കണം. അടുത്തത് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ഓർബിറ്റൽസിൻ്റെ എക്സ്ട്രാ സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ളൊരു പോയിൻ്റാണ്. അതിൽ 2 ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ചോദിക്കാറുണ്ട്: കോപ്പറും ക്രോമിയവും. ക്രോമിയവും കോപ്പറും ഒരു എക്സെപ്ഷണൽ, ഒരു വേറിട്ട കോൺഫിഗറേഷനാണ് എപ്പോഴും കാണിക്കാറുള്ളത്. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഞാൻ എളുപ്പത്തിന് വേണ്ടി ലാസ്റ്റ് കോൺഫിഗറേഷൻ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ക്രോമിയത്തിൻ്റെ കോൺഫിഗറേഷൻ 4s1 3d5 എന്നും കോപ്പറിൻ്റെ കോൺഫിഗറേഷൻ 4s1 3d10 എന്നുമാണ്. കാരണം ഇവരിങ്ങനത്തെ ഒരു വ്യത്യസ്ത കോൺഫിഗറേഷൻ കാണിക്കാൻ കാരണം പകുതി നിറഞ്ഞ ഓർബിറ്റലിനും മുഴുവൻ നിറഞ്ഞ ഓർബിറ്റലിനും ഒരു പ്രത്യേക സ്ഥിരതയുണ്ട്. ഇവിടെ മലയാളത്തിൽ എഴുതിയേക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. ക്രോമിയത്തിൻ്റെ 4s1 3d5 എന്നും കോപ്പറിൻ്റെ Z എന്ന് പറഞ്ഞ അറ്റോമിക് നമ്പറാണ്. Z = 29. അത് 4s1 3d10 എന്നുമാണ്. ഓക്കെ. അപ്പോൾ ഈ സെക്കൻഡ് ചാപ്റ്ററിലുള്ള മാർക്കിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടി കാര്യമായിട്ട് ഈ രണ്ടാമത്തെ ചാപ്റ്റർ പഠിക്കണം. വളരെയധികം ചോദ്യോത്തരങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.